ഹലോ ഡിയർ ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററി വേൾഡിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡോട്ടർ ഈസ് ബോൺ എന്നുള്ള ആ ചാപ്റ്ററാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യണത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലാല അവരുടെ ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിനെക്കുറിച്ചും എഡ്യൂക്കേഷനുള്ള ഫ്രീഡം പെൺകുട്ടികൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ചും അതിന് എഗെയിൻസ്റ്റായിട്ട് അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി പോരാടിയിട്ടുള്ള മലാല എന്ന പെൺകുട്ടിയെക്കുറിച്ച് അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് പറയാൻ പോണത് മലാല ഗോസ് ഓൺ ടു ഡിസ്ക്രൈബ് ഹർ കൾച്ചർ. അവരുടെ കൾച്ചറിനെ കുറിച്ചാണ് പറയണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഒന്നും കൂടെ ഇതിൽ റിപ്പീറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പം അവർ താമസിച്ചിരുന്നത് സ്വെറ്റ് വാലി എന്ന് പറയുന്നത് SWAT സ്വെറ്റ് വാലി എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ പുഴകളും കാടും ഫ്രൂട്ട് ട്രീസും ഒക്കെയുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹൈലാൻഡ്സാണത്. അപ്പോൾ ഇപ്പോൾ ഈ സ്വെറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനീസ് അനക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോവിൻസാണ്, പാകിസ്ഥാനി പ്രോവിൻസായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇത് ഒരു കാലത്ത് ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിരുന്നു. അതിന് മാത്രമായിട്ടുള്ള ഒരു അധികാരവും ഭരണ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. പിന്നീടാണ് ഇത് പാകിസ്ഥാനി പ്രോവിൻസായിട്ട് മാറിയത്. But after India gained its independence in 1947, it was incorporated into Pakistan as a separate entity. അപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അവരുടെ രീതികളൊക്കെ അനുസരിച്ച് പോകുന്ന ഒരു പ്രദേശമായിട്ട് ഈ സ്വെറ്റ് എന്നുള്ളത് നിലകൊണ്ടു. അവിടുത്തെ റെസിഡൻസ് ദേ യൂസ് റുപ്പീസ്, the national currency of Pakistan, but they also enjoy an extremely high degree of social and political independence from that country. പാകിസ്ഥാൻ്റെ റുപ്പി തന്നെയാണ് ഇവരും ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെയുള്ള ഒരു ഇൻഡിപെൻഡൻസും ഇവർക്ക് ഉണ്ടായിരുന്നു. Despite the fact that ഇസ്ലാമാബാദ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ക്യാപിറ്റൽ is only 100 miles away. ഈ സ്വെറ്റ് വാലിയിൽ നിന്നും 100 മൈൽ അകലെയാണ് ഈ ഇസ്ലാമാബാദ്. ദ മെജോറിറ്റി ഓഫ് സ്വെറ്റ് പോപ്പുലേഷൻ ഹാസ് നെവർ വെഞ്ചേർഡ് ഔട്ട്സൈഡ് ദ വാലി. അപ്പോൾ ഈ സ്വെറ്റ് വാലിയിലുള്ളവർ ഒരിക്കലും അവരുടെ ആ പ്രദേശം വിട്ട് പുറത്ത് പോകാറില്ല. അവിടുത്തെ മെയിൻ ടൗൺ എന്ന് പറയുന്നത് മിങ്കോറ. ആ മിങ്കോറയിലാണ് മലാല ആൻഡ് ഹർ ഫാമിലി റിസൈഡ്, അവരെ താമസിച്ചിരുന്നത്. Since the 11th century, Swet has been home to an Islamic community. 11ാം നൂറ്റാണ്ട് വരെയും ഈ സ്വെറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയുടെ ഒരു ഹോം ലാൻഡ് ആയിരുന്നു. ബട്ട് ബിഫോർ ദിസ് ഇറ്റ് ഹാഡ് ബീൻ എ ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ അതിനു മുൻപ് ഇതൊരു ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു. Therefore, Swet continues to possess Buddhist temple remnants. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വെറ്റ്സ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ റെമനൻസ് അവരുടെ ആ ഒരു രീതികളും പിന്തുടർന്നിരുന്നു എന്നാണ് പറയുന്നത്. മലാല has spent her entire life enclosed by wildlife, taking in majesty of Hindu Kush mountains and the valley she lives in. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന മലാല ഹിന്ദുക്കുഷ് മൗണ്ടൻസിൻ്റെ ആ പ്രൗഢിയും ആ വാലിയുടെ മനോഹാരിതയും ഒക്കെ ആസ്വദിച്ച് അതിനെയൊക്കെ ഇഷ്ടപ്പെട്ട് അവിടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. മലാലാസ് ഫാമിലി വാസ് എക്സ്ട്രീംലി അണ്ടർ പ്രിവിലേജ്ഡ്. അവർക്ക് അങ്ങനെ വലിയ പ്രിവിലേജസ് ഒന്നും ഇല്ലാതിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മലാലയുടെ ഫാദറും അവരുടെ ഫാമിലിയൊക്കെ സ്ലം ഏരിയയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. However, Malala's family hosts guests, often preparing dishes for them and enjoying themselves with them. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ഗസ്റ്റുകളൊക്കെ അവിടേക്ക് വരും, അവർക്ക് വേണ്ടി ഡിഷസൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ അവരുടെ ലൈഫ് അവർക്ക് പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിച്ചിരുന്നു. Malala emphasizes that a significant aspect of her ethnicity is hospitality. അപ്പോൾ മലാല വിചാരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി, ആതിഥേയത്വം എന്നുള്ളത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവൾ കാണുകയാണ്. Kushal, Malala's brother, was given the name after his father's school that he attends. അപ്പോൾ കുഷാൽ എന്നതാണ് മലാലയുടെ ബ്രദറിൻ്റെ പേര്. ആ പേര് അവൾക്ക് കിട്ടിയിട്ടുള്ളത്
അച്ഛൻ പഠിച്ചിട്ടുള്ള ആ സ്കൂളിൻ്റെ പേര് ആണ് ബ്രദറിന് ഇട്ടിട്ടുള്ളത്. അതൽ ദ യങ്ങസ്റ്റ് ഓഫ് ഹർ ബ്രദേഴ്സ് ഇസ് 7 years യങ്ങർ ദാൻ മലാല. അപ്പോൾ വേറൊരു ബ്രദറാണ് അതൽ, ഇവളെക്കാളും 7 വയസ്സിന് യങ്ങറാണ്. ബൈ സ്വതി സ്റ്റാൻഡേർഡ്സ് ഫാമിലി ഈസ് ക്വൈറ്റ് സ്മോൾ. അപ്പോൾ അവിടുത്തെ ആ വാലിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ചെറിയ ഫാമിലിയാണ്. ബാക്കിയുള്ള സ്വതി മെയിൽസ് മലാലാസ് ഫാദർ സെൽഡം സ്ട്രൈക്സ് ഹിസ് വൈഫ് ടോർപെക്കായ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ സ്വതി മെയിൽസിനെ പോലെയല്ല മലാലയുടെ ഫാദർ എപ്പോഴും അവളുടെ അമ്മ, അയാളുടെ വൈഫിനോട്, മലാലയുടെ അമ്മ ടോർപെക്കായ് അവരോട് നിരന്തരം അവരുമായിട്ട് വഴക്കിടുമായിരുന്നു. അപ്പോൾ മലാല ഒബ്സർവ്സ് ദാറ്റ് മെമ്പേഴ്സ് ഓഫ് എ കൾച്ചർ strive to have skin that is lighter. For instance, Malala's father suffered from childhood embarrassment due to his dark skin. അപ്പോൾ മലാലയുടെ അച്ഛൻ ചെറുതിലെ തന്നെ അയാൾക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, കാരണം അയാളുടെ ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട്. അപ്പോൾ he was unable to get over his embarrassment until he married ടോർപെക്കായ്. അപ്പോൾ ടോർപെക്കായിനെ മാരി ചെയ്യുന്നു ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ടോർപെക്കായ് ആൻഡ് സിയാദിൻ ബെഡ് ഫോർ ലവ് rather than out of social responsibilities. ഇവർ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തതാണ്. ദ യൂണിയൻ വാസ് എക്സെപ്ഷണൽ. അപ്പോൾ അതൊരു എക്സെപ്ഷണൽ കേസ് ആയിരുന്നു ഇവരുടെ ആ ഒരു മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാനിൽ അൺകോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് മലാല മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മലാല അവളുടെ ഫാമിലിയോട് എപ്പോഴും പറയുമായിരുന്നു, ടോർപെക്കായ് is a devout Muslim who consistently offer prayers 5 times a day as a routine habit. അപ്പോൾ അവളുടെ അമ്മ 5 നേരം നിസ്കാരമൊക്കെ ചെയ്യുന്ന അവരുടെ മതത്തെ ഒരുപാട്, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേപടി അനുസരിക്കുന്ന ഒരു ലേഡിയായിരുന്നു. മലാല കുട്ടിയായിരിക്കുന്ന സമയത്ത് her father was barely around because Ziauddin was immersed in creating poetry, founding literary organization and undertaking action to protect the valley's ecosystem. അപ്പോൾ മലാല കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ അധികം ഉണ്ടാവാറില്ല, കാരണം അയാൾ പോയട്രി എഴുതുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലിറ്റററി ഓർഗനൈസേഷൻസ് അവരുടെ ഇക്കോസിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ പോകുന്നത് കൊണ്ട് അധികം അച്ഛനെ അവളുടെ വീട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. Ziauddin applied his brains and diligence to succeed despite coming from a poor village. അപ്പോൾ ആ അച്ഛനിലൂടെ അവൾക്ക് ഈ പവർ ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ പവർ എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. മലാലയുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവരൊക്കെ പഷ്തൂൺ ട്രൈബിലുള്ളവരാണ്, വിച്ച് വാല്യൂഡ് ബോത്ത് പോയട്രി ആൻഡ് ബാറ്റിൽ. അവർ ഒരുപോലെ തന്നെ പോയട്രിയെയും യുദ്ധത്തെയും ഇഷ്ടപ്പെടുന്നവരായിരുന്നു. Despite the ongoing disputes among the Yusufzai, one of the warriors was able to establish order in Swat Valley in 1917. Jahanzar, his son, earned the valley immense wealth and prosperity. അപ്പോൾ 1917 ഇവർക്ക് അവിടെ ഈ സ്വറ്റ് വാലിയിൽ ഒരു ലോ ആൻഡ് ഓർഡറൊക്കെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മലാലയുടെ അച്ഛൻ ജനിച്ചിട്ടുള്ള 1969 ദ ഇയർ ദ വാലി ഫോർമലി യൂണിഫൈഡ് വിത്ത് പാകിസ്ഥാൻ. അപ്പോൾ ആ ഇയറിലാണ് 1969 ഈ സ്വറ്റ് വാലി പാകിസ്ഥാനുമായിട്ട് യൂണിഫൈഡ് ചെയ്യുന്നത്. മലാല പ്രൈമർലി ഐഡൻറ്റിഫൈസ് സ്വതി, ദെൻ പാഷ്തൂൺ ആൻഡ് ഫൈനലി പാകിസ്ഥാനി. അപ്പോൾ ആദ്യം സ്വതി ആ ഒരു രീതിയും ഇവൾക്കുണ്ട്. പിന്നീട് പാഷ്തൂൺ ഫാമിലി എന്നുള്ളത് ഇവരുടെ ആ ഒരു ട്രൈബാണ്. പിന്നീട് പാകിസ്ഥാനിയുമായിട്ട് മാറാണ്. Malala became aware as a little girl that she was unable to go as she pleased due to the fact that she was a woman. അപ്പോൾ അവൾക്ക് അറിയാം, കുട്ടിയാണെങ്കിൽ പോലും അവൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ഷി വാസ് എ വുമൺ. Malala, however, made the decision at a young age that she would not let gender bias in her community to continue. അവളുടെ മനസ്സിൽ ഒരു തീരുമാനം എടുത്തു, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും ഈ ജെൻഡർ ഇനീക്വാളിറ്റി ഉണ്ടാവാൻ പാടില്ല.
ആ ജെൻഡർ ഇനീക്വാളിറ്റി കൊണ്ട് എന്നെ ഒന്നും ലിമിറ്റ് ചെയ്യാൻ, എൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് അവൾ തീരുമാനിച്ചു. ആൻഡ് ഹർ ഫാദർ ഏഴ്സ്ഡ് ഹർ ടു ലിവ് എ ലൈഫ് ഫ്രീ ആസ് എ ബേർഡ്. അപ്പോൾ അച്ഛനും അതിനായിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്തു. ഒരു ഫ്രീ ബേർഡായിട്ട് ജീവിക്കാനായിരുന്നു മലാലയുടെ ഫാദർ അവളെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെയുള്ള അനാലിസിസ് വായിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് അത് ഗൂഗിളൊക്കെ ചെയ്ത ഇഷ്ടം പോലെ അതിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്ക് കിട്ടും. കാരണം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് ചെയ്യുന്ന പോലെയല്ലോ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കണ്ടുപിടിച്ച് അത് എഴുതി അങ്ങനെ ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യാത്തത്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് കാണുക, നിങ്ങളുടെ കമൻസ് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക കേട്ടോ.